ഹലോ അസ്സാം വലൈക്കും. മക്കാബസിന്റെ സ്മാർട്ട് കാർഡിനെ കുറിച്ച് ചെറിയൊരു അപ്ഡേഷൻ ആയിട്ടാണ് വന്നത്. കാർഡ് എവിടെ കിട്ടും, എത്രയാണ് വില, എങ്ങനെ റീചാർജ് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം. സ്മാർട്ട് കാർഡ് ജബൽക്കാബ സ്ഥലത്ത് അവൈലബിൾ ആണ്. 15 റിയാലാണ് സ്മാർട്ട് കാർഡിന്റെ വില. 15 റിയാൽ കാർഡിന്റെ മാത്രം വില ആയിരിക്കും. യാത്ര ചെയ്യാൻ ഞങ്ങൾ വീണ്ടും റീചാർജ് ചെയ്യണം. 15 റിയാൽ ഒരു കാർഡ് മേടിച്ചാൽ അത് റീചാർജ് ചെയ്യാൻ ഒരു വട്ടം യാത്ര ചെയ്യാൻ സാധിക്കും. അടുത്ത തവണ റീചാർജ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് കൂടി കൂട്ടിയിട്ട് വേണം റീചാർജ് ചെയ്യാൻ കേട്ടോ. കാർഡ് കിട്ടുന്ന സെയിം സ്റ്റേഷനിൽ നമുക്ക് കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ MakkaTransit.sa എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയാൽ നമുക്ക് സ്മാർട്ട് കാർഡ് ആഡ് ചെയ്തിട്ട് അതിൽ റീചാർജ് ചെയ്യാൻ പറ്റും. സൈറ്റിൽ റീചാർജ് ചെയ്യുമ്പോൾ 2 രീതിയിൽ റീചാർജ് ചെയ്യാം. ഒന്ന് ബാലൻസും റീചാർജ് ചെയ്യാം, പാക്കേജും റീചാർജ് ചെയ്യാം. പാക്കേജിന് വാലിഡിറ്റി ഉണ്ടാവും, പക്ഷേ ബാലൻസിന് വാലിഡിറ്റി ഉണ്ടാവില്ല. ഈ സൈറ്റിൽ തവണ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഒന്നിലധികം കാർഡുകൾ റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. കാർഡിൽ ബാലൻസ് എത്ര ഉണ്ടെന്നും പാക്കേജിൽ ട്രിപ്പ് എത്ര ബാലൻസ് ഉണ്ടെന്നും ഈ സൈറ്റിൽ കയറി നമുക്ക് കാണാൻ പറ്റും. ആദ്യം കാർഡ് ടാപ്പ് ചെയ്തതിനു ശേഷം 90 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വേറെ ഏത് റൂട്ടിൽ ഓടുന്ന വാഹനത്തിൽ കയറിയാലും വീണ്ടും കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1 റിയാൽ പോലും കട്ടാവുന്നതല്ല. കാർഡ് ടാപ്പ് ചെയ്യുന്ന നേരം വാലറ്റിൽ ഒരേ സമയം ഡിഡക്റ്റ് ആയ ബാലൻസും അവൈലബിൾ ബാലൻസും കാണാൻ പറ്റും കേട്ടോ. അല്ലാതെ മോനെ ഒരു കാർഡിൽ 2 ആൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, പറ്റുമല്ലോ. കാർഡിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തിട്ട് പുറകോട്ട് എടുത്തിട്ട് ഉടൻ തന്നെ വീണ്ടും സ്കാൻ ചെയ്താൽ ഗ്രൂപ്പ് വാലിഡേഷൻ ആക്റ്റീവ് എന്ന് കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും പുറകോട്ട് എടുത്ത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അതായത് ഉത്തമ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കാർഡിൽ ബാലൻസ് വേണം. കാർഡിൽ ബാലൻസ് ഇല്ലാത്ത പക്ഷം യാത്ര ചെയ്യാൻ പറ്റൂല. കാർഡ് കൊണ്ടുവന്ന് ടാപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ റെഡ് ആണ് വെക്കുന്നതെങ്കിൽ യാത്ര ചെയ്യാൻ ഒരിക്കലും അനുവദിക്കൂല. ഒരു മാക്സിമം കൗണ്ടർ തന്നെ റീചാർജ് ചെയ്യാം. സൈറ്റിൽ നിന്ന് റീചാർജ് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് റീചാർജ് ചെയ്യാം. ചിലർക്ക് ഇത് പെൻഡിംഗ് ആണ് ഒരു പ്രശ്നം പറയുന്നുണ്ട്. അടുത്ത അപ്ഡേഷനിൽ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാ കാർഡ് എടുത്ത് എല്ലാവരും യാത്ര ചെയ്യുക. സ്ഥിര യാത്രക്കാർ കാർഡ് ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് യാത്ര സുഖമാക്കാൻ കാർഡാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇൻഷാ അല്ലാ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.